നമ്മളിപ്പോൾ ഉള്ളത് കഅബയുടെ മ്യൂസിയം, മക്കയിലെ മ്യൂസിയമാണ് കഅബ മ്യൂസിയം. അതിൽ കഅബയുടെ വാതിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാതിലാണ്. അതുപോലെ തന്നെ സ്തൂപങ്ങൾ, കഅബയുടെ സ്തൂപങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്തൂപങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കഅബയിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, അതുപോലെ തന്നെ മൈക്കുകൾ, മുസല്ലകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കഅബ മുസല്ല, വാതിലുകൾ, അതുപോലെ തന്നെ ക്ലോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ക്ലോക്ക് രാജാക്കന്മാരുടെ വീട്ടിൽ മാത്രം, അല്ലെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ മാത്രം ഉണ്ടാകുന്ന ക്ലോക്ക്. അന്ന് കാലത്ത് ഇത് ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കാണ്, ഇത് പിറ്റത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കാണ്. ഇതൊക്കെ രാജാക്കന്മാർക്ക് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കഅബയിൽ കാണാൻ സാധിക്കും. അതിന്റെ എഞ്ചിൻ നോക്ക്, അതിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് സമയം നോക്കാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിവിടെ കാണാൻ. സ്തൂപങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഖുർആൻ പ്രതികളൊക്കെ കാണാൻ സാധിക്കും. കണ്ടോ, കല്ലുകള്, അതുപോലെ തന്നെ ഖുർആൻ പ്രതികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എഴുത്തുപ്രതിയാണ്, ആളുകൾ എഴുതി വെച്ചതാണ്. ഇത് കണ്ടോ നിങ്ങൾ, വലിയൊരു മുസ്ഹാഫ് ഇത് എഴുതി വെച്ചത്. അല്ലല്ല, കാണിച്ചു തരും. ഉസ്താദിനെ ചോദിച്ചോക്കെ, ഉസ്താദിനോട് ചോദിച്ചാൽ. അപ്പോൾ ഖുർആന്റെ കണ്ടോ, ഖുർആന്റെ കണ്ടോ, ഇതൊക്കെ ഖുർആനാണ്. ഇതൊക്കെ എഴുതി വെച്ചതാട്ടോ. അതിന്റെ കഅബയിൽ ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ. ഇപ്പൊ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് പല മോഡലുകളും മാറ്റി എന്ന് മാത്രമുള്ളൂ. പക്ഷെ ഇതൊക്കെ നല്ല പവർ ഉണ്ട്. കണ്ടോ, അവിടെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ കണ്ടോ. നിങ്ങൾക്ക് ജംസം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ കോയനുകളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നോക്ക് നിങ്ങൾ, അങ്ങനെ പോയിട്ട് പിന്നെ ഇത് സംസം കിണറിന്റെ മുകളിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പണ്ട് കാലത്ത് കോരാൻ ഉപയോഗിച്ചു. ഇന്ന് മോട്ടറായിരുന്നു, പക്ഷെ ഇത് കോരാൻ ഉപയോഗിച്ച കാലത്തുള്ളതായിരുന്നു. ഏകദേശം 90-കൾക്ക് മുമ്പുള്ളതാവാനാണ് സാധ്യത. അതുപോലെ തന്നെ നോക്ക്, അതുപോലെ സംസം കിണറിൽ നിന്ന് ഉപയോഗിക്കുന്ന പാട്ടുകളായിരിക്കാം ഇത്. അല്ലാഹു കണ്ടോ നിങ്ങൾ, സംസം കിണറിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ ഇതൊക്കെ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകണില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പഴയ കാലത്തെ ഫോട്ടോസുകൾ, പഴയ കാലത്തെ ജനലുകള്, കഅബയുടെ ജനലായിരിക്കാം ഇത് എന്ന് തോന്നും. കഅബയിൽ ഉപയോഗിച്ചിരുന്ന ഇതെന്താണ്, ഒരു ലോഹം കൊണ്ട് നിർമ്മിച്ചതായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് കഅബയുടെ വാതിൽ പോലെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കഅബയിൽ ഉപയോഗിച്ചിരുന്ന എഴുത്തുകൾ കാണാൻ സാധിക്കും. കണ്ടോ, ഇത് സംസം കിണറിന്റെ രൂപമാതൃക വരച്ചതാണ്, എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത് എന്ന്. കഅബയിലെ എഴുത്തുകള്, പിന്നെ കഅബ നമ്മൾ അവിടെ ഒന്ന് കണ്ടു, എന്ത് കഅബയുടെ വാതിൽ. അതുപോലെ തന്നെ കഅബയുടെ വാതിൽ തൂക്കിയിട്ടിരുന്ന സാധനമാണിത്. കഅബയുടെ വാതിൽ നമ്മളിപ്പോഴും കാണാം, നല്ല ഗോൾഡ് കളറിൽ, സ്വർണ്ണ കളറിൽ ഇപ്പൊ ഉണ്ട്. പക്ഷെ ഇത് വെള്ളി കളറിലാണ് ഉള്ളത്. അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരുന്ന കയറുകളാണ് ഇതൊക്കെ, കയറുകള്. അതുപോലെ തന്നെ എഴുത്തുകള്, മുകളിലൊക്കെ നോക്ക് നിങ്ങൾ കണ്ടോ, എഴുതാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങള്, എഴുതാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങള് ഇവിടൊക്കെ നിങ്ങളുണ്ട്, എഴുത്തുകള്. ഇതൊക്കെ എന്താണ്, കഅബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഇത് കഅബയുടെ മുമ്പിൽ എഴുതി വെച്ചിരുന്നത്, ഇപ്പോൾ കാണാൻ സ്വർണ്ണ കളറില്. അതുപോലെ തന്നെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഉപയോഗിച്ചിരുന്ന കണ്ടോ, പണ്ട് കാലത്തെ ഒരു ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ആ കഅബയുടെ താക്കോലാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കഅബയുടെ വാതില്, കഅബ അവിടെ എഴുതി വെച്ചിരുന്ന ഫിറ്റ് ചെയ്ത ഇത് കണ്ട എഴുത്തുകൾ, ഇതെന്താണ്, മാർബിൾ കൊത്തി വെച്ചത്. അതിങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്താണ്. തൂണുകള്, വാതിലുകള്, തൂണ്, കഅബയുടെ തൂണാണിത്. കഅബയുടെ പണ്ട് കാലത്ത് ഒരു വാതിലാണിത് കണ്ടോ. അപ്പോൾ കഅബയിൽ നിന്ന് ഒഴിവാക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ തൂണ്, റുക്നുൽ യമാൻ എന്നൊക്കെ പറഞ്ഞ ഓരോ തൂണുകളായിരിക്കും. അപ്പോൾ ഇത് കഅബയിൽ ഉപയോഗിച്ചിരുന്ന കുത്തുബ ഓതാൻ ഉപയോഗിച്ചിരുന്ന മിമ്പറാണ്. കുത്തുബ ഓതാൻ ഉപയോഗിച്ചിരുന്ന മിമ്പറാണിത്. അതുപോലെ തന്നെ കഅബയുടെ വാതിലിന് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണിത്. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് കിലോമീറ്ററുകൾ ഇപ്പുറത്താണ്. ഇത് ഏതായാലും ഹറമിലാണ് ഇത് സ്ഥിതി ഹറമിന്റെ ഉള്ളിലാണ് വരുന്നത്, ഹറമിന്റെ പ്രദേശത്താണ് വരുന്നത്. കണ്ടോ, ഹുദൈബിൽ നിന്ന് വരുന്ന സ്ഥലത്താണ് ഞങ്ങളിത് കയറിയിട്ടുള്ളത്. മ്യൂസിയത്തിന് സ്ഥലത്തിന്റെ പേര് അറിയില്ല. ഇത് കണ്ടോ നിങ്ങൾ, വാതിലും കണ്ടോ, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതുണ്ടോ ഫോട്ടോസ്.
അതുപോലെ തന്നെ ഇവിടെ അങ്ങ് കാണാൻ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ തൂണുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട, കഅബയുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ് ഇത്. കണ്ടോ നിങ്ങൾ, മക്കാമു ഇബ്രാഹിം ഇപ്പോൾ വേറെ പുതിയ രൂപത്തിലാണ്, അതേ രൂപത്തിലാണ്. കണ്ടോ മക്കാമു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം കണ്ടോ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത്രയ്ക്ക് ഒരുപാട് മനോഹരമായ വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.